ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? വീക്കെൻഡായിട്ട് എന്തായിരുന്നു എല്ലാവരും പരിപാടി? എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്തായിരുന്നോ? നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹവാൽ മനാമ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സൺസെറ്റിൻ്റെ മുന്നേ എത്തണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും സൺസെറ്റായി. നമ്മൾ മനാമ ഗേറ്റിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം നടക്കാനുണ്ട്. ഇതുവഴി വരുമ്പോഴുള്ള എൻട്രൻസ് ആണത്. ശരിക്കുള്ള എൻട്രൻസ് നമ്മുടെ ബാബൽ ബസാറിൻ്റെ അവിടെയാണ്. ഇവിടെ നിന്നാണ് സ്റ്റോളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ്, അതുപോലെ സോനിയേഴ്സ്, അതുപോലെ ഡ്രിങ്ക്സ്, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. സോ നമ്മൾ ഫുഡൊന്നും ട്രൈ ചെയ്തില്ല. പക്ഷേ ഈ ഒരു ഐറ്റം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. കിടക്കുന്ന കിടപ്പ് കണ്ട വിൻറ്റേജ് കാസ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുറേ കളക്ട് ചെയ്തിട്ടുള്ള ടൈകാസ്റ്റ് മോഡൽസിൻ്റെയൊക്കെ ഒറിജിനൽ വെർഷൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അടിപൊളിയാണ് മക്കളെ, അടിപൊളി. ഇവിടെ അങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന എല്ലാ മോഡൽസും നല്ല അടിപൊളി കണ്ടീഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നല്ല ഫാക്ടറി കണ്ടീഷനിൽ. ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ഇതിൻ്റെ ഓണേഴ്സിനൊക്കെ ഭയങ്കര ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. കാരണം ഈ പുതിയ ജനറേഷൻ കാറുകൾ പോലും ഇത്രയും കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. അപ്പോൾ അത്രയും എല്ലാ വണ്ടികളും ഒരു 50 years അബോവ് പഴക്കമുള്ളതാണ്. അത്രയും പഴക്കമുള്ള വണ്ടികൾ ഇത്ര നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. പുതിയ കാറുകൾ കൊണ്ടു നടക്കുന്ന പോലെയല്ല, ഈ കാറുകളൊക്കെ എത്രയും നന്നായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ അതിനുള്ള എഫേർട്ട് ചില്ലറയില്ല. അപ്പോൾ അതിൻ്റെ ഓണേഴ്സ് ഇത്രയും ഡെഡിക്കേറ്റായി, ഇത്രയും എഫേർട്ട് ഇട്ട്, അത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഈ വണ്ടികൾ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് അവർക്ക് അത്രയും വിലപ്പെട്ടതുകൊണ്ടാണ്. ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. മെഴ്സിഡസ്, ഫോർഡ്, പോർഷെ, അങ്ങനെ കുറേ മോഡൽസ്. ഈ 2 മോഡൽ കാറാണ് നമുക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഇഷ്ടമായത്. വൈഫിന് മെറൂണാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് പറഞ്ഞത്. എനിക്ക് 2 കളേഴ്സും അത്യാവശ്യം നല്ല ഇഷ്ടമായി. രണ്ടിൻ്റെയും പെയിൻറ്റ് ജോബ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ കാർ കളക്ഷനൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നെക്സ്റ്റ് സ്ട്രീറ്റിലേക്ക് പോയി. മനാമ തിയേറ്റർ, അതുപോലെ തന്നെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ ജുനൈദ് പെർഫ്യൂംസിൻ്റെ ഫസ്റ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവരുടെ ഫസ്റ്റ് കാറെന്ന് തോന്നുന്നുണ്ട്, ഒരു കോർവെറ്റ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു ഏരിയ ആയിരുന്നു. നമ്മുടെ നോർമൽ സ്ട്രീറ്റ് തന്നെയാണ്, സ്വാഗത റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലുള്ള ഒരു സ്ട്രീറ്റാണത്. അങ്ങനെ നമ്മുടെ മെയിൻ സ്ഥലത്തെത്തി, ബാബൽ ബഹറി, ദ എൻട്രൻസ് ഓഫ് ബഹറി. ഇതാണ് ഹവാൽ മനാമേൻ്റെ മെയിൻ എൻട്രൻസ്. അങ്ങനെ എൻട്രൻസിൻ്റെ സൈഡിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് നമ്മളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് പർച്ചേസ് ചെയ്തു. അത്യാവശ്യം നല്ല കളക്ഷനുള്ളൊരു ഷോപ്പായിരുന്നു. ഫ്രിഡ്ജ് മാഗ്നറ്റ്സും അതുപോലെ സൂനിയേഴ്സൊക്കെ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന കട തന്നെയായിരുന്നു. ഇതാണ് നമ്മൾ വാങ്ങിയ ഫ്രിഡ്ജ് മാഗ്നറ്റ്. അങ്ങനെ ഇത് വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നടന്നു. അങ്ങനെ കുറേ നേരം നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത സ്ട്രീറ്റിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ ഒരു ഫുഡ് കോർട്ട് പോലെ സെറ്റ് ചെയ്തേക്കുന്നു. അത് നമ്മുടെ ഈ ക്യാരി കേസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ക്യാരി കേസും ഉണ്ട്. പിന്നെ ഫസ്റ്റ് കേട്ട ബഹളം അത് ഈ ബാസ്കറ്റ് ബോൾ കളിയുടെ ആയിരുന്നു. അയ്യോ, നല്ല എസ്തറ്റിക് ഫ്രെയിം. January 15th ഹവാൽ മനാമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും പോയി കാണാം, എൻജോയ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.